ഒരു ക്രിസ്മസ് കാലം കൂടിയും എത്താൻ പോവുകയാണ്. ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ബബ്ബബ്ബ എന്ന് പറയുന്ന നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അതിലൊരു മെയിൻ റിലീസ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ക്രിസ്മസ് സീസൺ 2002 ഒരു ക്രിസ്മസ് സീസണിന് അന്നത്തെ വിന്നറായ സിനിമയാണ് കല്യാണരാമൻ. ഒരുപാട് സിനിമകൾ ആ ക്രിസ്മസിനുണ്ടായിരുന്നു. നന്ദനം ഉണ്ടായിരുന്നു, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നീട് നമ്മളെന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു, കാട്ടുചെമ്പകം എന്ന് പറഞ്ഞ സിനിമ. അതൊക്കെ ആ ഒരു ഡിസംബർ മാസമാണ് പ്രധാന. കാട്ടുചെമ്പകം ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ അത് വീണ്ടും റീ റിലീസും കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കല്യാണരാമനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിൽ ദിലീപ് മാത്രമല്ല, അതിൽ എല്ലാവരും പൂണ്ട് വിളയാടിയിട്ടുള്ളതാണ്. അതിലിപ്പോൾ ഇന്നസെന്റിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, സലീം കുമാർ ആയിക്കോട്ടെ, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സലീം കുമാറിന്റെ പ്യാരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശരിക്കും നമുക്കിപ്പോൾ സലീം കുമാർ അല്ലാതെ നമുക്ക് മറ്റാരെയും സങ്കല്പിക്കാൻ പറ്റില്ല. അന്ന് ശരിക്കും ആ ഒരു റോള് ചെയ്യാനിരുന്നിരുന്നത് ഹരിശ്രീ അശോകനാണ്. ശരിക്കും നമുക്കറിയാം അന്ന് സലീം കുമാറെക്കാട്ടും കൂടുതൽ ഒരു പടിക്ക് മുകളിൽ താരമൂല്യം ഉണ്ടായിരുന്നത് ഹരിശ്രീ അശോകൻ തന്നെയാണ്. പിന്നീടാണ് സലീം കുമാർ. തെങ്കാശിപ്പട്ടണമൊക്കെ അതിന് മുമ്പ് ഇറങ്ങിയ തെങ്കാശിപ്പട്ടണമൊക്കെയാണ് ശരിക്ക് സലീം കുമാറിന് ഒരു സ്റ്റഡി, എന്താ പറയുക, കരിയർ ഒന്ന് സ്റ്റഡിയാക്കിയതൊക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായി എന്നൊക്കെ പറയാവുന്നത് ശരിക്കും തെങ്കാശിപ്പട്ടണം മുതൽ തന്നെയാണ്. അന്ന് ശരിക്ക് ഈ പറയുന്ന വിനയൻ്റെ കാട്ടുചെമ്പകം എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയാണ് അന്ന് ആദ്യം ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഹരിശ്രീ അശോകൻ. അപ്പോൾ ഹരിശ്രീ അശോകൻ ആ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണരാമനിലേക്ക് വിളിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളും ക്ലാഷ് ആവുന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് പിന്നീട് ആ റോളിലേക്ക് സലീം കുമാർ വന്നത്. സലീം കുമാർ നമുക്കറിയാം തകർത്ത് അഭിനയിച്ചു. ഇന്ന് നമുക്ക് സലീം കുമാർ അല്ലാതെ നമുക്ക് മറ്റാരെയും സങ്കല്പിക്കാൻ തന്നെ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ സമയത്ത് കല്യാണരാമൻ ഭയങ്കര വിന്നറായി തന്നെ മാറി. എന്താ പറയുക, ആ ഒരു ക്രിസ്മസിന് എനിക്കൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് മറ്റ് സിനിമകളൊക്കെ ഹിറ്റാണെങ്കിൽ പോലും കല്യാണരാമനായിരിക്കും എല്ലാവരും അന്ന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക മറ്റ് സിനിമകളിലേക്കൊക്കെ ആൾക്കാർ പോരുന്നത്. എന്തായാലും ഇപ്പോൾ റീ റിലീസ് ആവാൻ പോവാണ്. എന്തായാലും പഴയ സിനിമകളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റായിട്ടൊക്കെ ടി വിയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് വീണ്ടും റീ റിലീസ് വരുമ്പോൾ ആൾക്കാർ വീണ്ടും തിയേറ്ററിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ രാവൺ പ്രഭു ആയിക്കോട്ടെ, ചോട്ടാ മുംബൈ ആയിക്കോട്ടെ, ദേവദൂതൻ എന്ന് പറയുന്നൊരു സിനിമ ആയിക്കോട്ടെ, പണ്ട് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. പക്ഷേ അത് വീണ്ടും തിയേറ്ററുകളിലൊക്കെ ഇറങ്ങിയപ്പോൾ ആളുകൾ സ്വീകരിച്ചത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് കല്യാണരാമനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ പാട്ടുകളാണ് ബേണി ഇഗ്നീഷ്യസിൻ്റെ. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ അതിൽ മറ്റേ കഥയിലെ രാജകുമാരൻ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഇതേപോലെ തന്നെ ആ പാട്ട് ആ സിനിമയ്ക്ക് വേണ്ടി അല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മറ്റ് ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നൊരു പാട്ടാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തലയും കുത്തി എന്ന് പറയുന്ന നമുക്കറിയാം, അതിൽ ഒന്നാം മലകറി എന്ന് പറയുന്ന ആ ഒരു പോർഷനൊക്കെ അതൊക്കെ ശരിക്കും ഇതിൽ ലാലിൻ്റെയൊക്കെ കുടുംബത്തിൽ പലപ്പോഴും ഇവരുടെ ഒരു സൗഹൃദ സർക്കിളിലോ ഇവരുടെ ഒരു ഫാമിലി സർക്കിളിലൊക്കെ പാടിയിരുന്ന ഒരിതാണ്. അതാണ് ആ ഒരു സിനിമയിലേക്ക് വെച്ചത്. പിന്നെ നമുക്ക് ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ ശരിക്കും അന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്തൊന്നും ഇന്നസെൻറ്റിന് അന്ന് വലിയൊരു താല്പര്യമില്ല. അതായത് ഇന്നസെൻറ്റിന് തോന്നി ഇന്നസെൻ്റ് ഒരു ക്യാരക്ടർ അത്ര വലിയൊരു ഡെപ്തുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല എന്ന് ഇന്നസെൻ്റ് എന്നൊരു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്നസെൻ്റ് ക്യാരക്ടർ നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല. ഒരുപാട് സീൻസ് അതിൽ ഇന്നസെൻ്റ് കൈ നിട്ടിട്ടുള്ള സീൻസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഗ്ലാസ് കൊണ്ടൊന്നവിടെ വെച്ചിട്ട് വേസ്റ്റ് ഗ്ലാസ് ആണ് ഇതിലേക്ക് ഒഴിച്ചോളാം എന്ന് പറഞ്ഞതൊക്കെ ആ ഒരു സീനൊക്കെ ഇന്നസെൻ്റ് കുറേ ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട്. ദിലീപ് കുറേ ഇവരെല്ലാവരും സലീം കുമാറും ഇവരെല്ലാവരും നാരായണൻകുട്ടിയൊക്കെ ഇമ്പ്രവൈസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ചില സീൻസൊക്കെ ദിലീപ് ഇപ്പോഴും ചിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം അതിൽ എന്താ പറയുക, സലീം കുമാറിൻ്റെ കോമഡി കണ്ടിട്ട് ദിലീപിന് ചിരി അടക്കാൻ പറ്റാത്ത ദിലീപ്, അതായത് ക്യാമറ അധികം വരാത്ത രീതിയിലൊക്കെ ദിലീപ് കടിച്ചു പിടിച്ചിട്ടുള്ള ദിലീപ് തന്നെ അത് തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും കല്യാണരാമൻ എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ നമുക്ക് ഷെയർ ചെയ്യുക. ആ ഒരു ക്രിസ്മസ് കാലത്തെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മളോട് ഷെയർ ചെയ്യുക.